ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ല ക്രഞ്ചി ചിക്കൻ ഫിംഗേഴ്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിന്. നിങ്ങൾ പേര് കേട്ട് നെട്ടൊന്നും വേണ്ട കേട്ടോ. ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം മെനക്കെടൊന്നുമില്ല. എല്ലാ മടിയന്മാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക. ഫസ്റ്റ് വൺ ഉണ്ടല്ല ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ടായിനെ. ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഇട്ടെടുത്തിന്. ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഉണ്ടല്ല ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. പിന്നെ അടുത്തത് ഒരു ചെറിയ സൈസായിട്ടുള്ള ഉള്ളിയും പിന്നെ മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉണ്ടല്ലോ അടുത്തതിലേക്ക് റെഡ് ചില്ലി സോസില്ലേ, അത് ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിനെ. ഇനിതാ സോയാ സോസ്, ഡാർക്ക് സോയ സോസ് ആയതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിൽ റസ്ക് പൗഡറില്ലേ, അതോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തുണ്ടല്ലോ മൊസറല്ല ചീസും കൂടിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാനത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി, പിന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചീസ് ഓപ്ഷനിലാണ് കേട്ടോ, പക്ഷേ ചീസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. ചീസിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലേനോ അതും പിന്നെ നല്ലതാണ്. കുട്ടികൾക്കെല്ലാം ചീസെല്ലാം ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തുണ്ടല്ലോ ഇത് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വേർമിസെല്ലി, നല്ല തിന്നായിട്ടുള്ള സേമിയയില്ലേ, റോസ്റ്റഡ് സേമിയം, ഈ ഒരു ടൈപ്പ് സേമിയാണ് കേട്ടോ വേണ്ടത്. അത് നല്ലോണം കൈവച്ചിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. കൈവച്ചിട്ട് മാത്രം പൊടിച്ചാൽ മതി കേട്ടോ, മിക്സിൻ്റെ ജാറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ മൈദപ്പൊടി കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയിൽ വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കലക്കിയെടുത്തതാണ്. അങ്ങനെ അതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലായിട്ട് ആക്കിയെടുക്കുക. ഞാനിപ്പോൾ ഉണ്ടല്ല ഈ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഷേപ്പിലായിട്ടാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. നല്ലോണം തിന്നായിട്ടും വേണ്ട, അതുപോലെ തന്നെ നല്ലോണം തിക്കായിട്ടും വേണ്ട, ഒരു മീഡിയം സൈസിലായിട്ട് മതി കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്ക് ഉണ്ടല്ല ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അധികം മെനക്കെടില്ല. പരത്തണ്ട, കുഴക്കണ്ട, അങ്ങനെ മെനക്കെട്ടുള്ള പണിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാ. അങ്ങനെ ഇതാ എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫസ്റ്റ് നമുക്ക് മൈദയിൽ വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. മൈദയിൽ വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഉണ്ടല്ല ഈ മൈദ നമ്മൾ കലക്കിയെടുത്ത ആ ഒരു മൈദപ്പൊടീൻ്റെ മിക്സ് ഇല്ലേനാ, അതിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ ആ വേർമിസിലിൽ വെച്ച് കൊടുത്തിട്ട് മൊത്തമായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാ ഭാഗത്തും വേർമിസിൽ കോട്ടാക്കിയെടുക്കുക. പിന്നെ ഈ ഒരു തിന്നായിട്ടുള്ള വേർമിസിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം. നമ്മൾ തിക്കായിട്ടുള്ള ഒരു വേർമിസിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ല കാണാനൊരു ഭംഗിയും ഉണ്ടാവില്ല, കഴിക്കാൻ ഭയങ്കര ഹാർഡ് പോലെ ഉണ്ടാവുക. ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ടെല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു മിക്സിങ്ങിൽ ഒന്ന് കോട്ടാക്കി എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതാ വേർമിസിൽ വെച്ചിട്ടും ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൻ ഫ്രൈ ചെയ്തെടുക്കുക. പാനിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുണ്ടല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം
ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട. പിന്നെ കാര്യം മസാലയാണ് പെട്ടെന്ന് തന്നെ എണ്ണ ഒടിക്കും. പിന്നെ അതുമാത്രമല്ല ഇത് ഒരുപാട് ടൈമൊന്നും വേവേണ്ട ആവശ്യമില്ലല്ലോ. ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ചിട്ട് വെച്ചതല്ലേ. ഒരു 2-3 മിനിറ്റ് മാത്രം ഒരു 3-4 മിനിറ്റ് മാത്രം മതി കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോരിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കോരിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എണ്ണയെല്ലാം ഒന്ന് വാർത്തെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നോളൂ കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മേലിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉണ്ടല്ല ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇത് ചൂട് പോയോണ്ടാണ് കേട്ടോ ചീസ് ഇത്രമാത്രം വലിഞ്ഞ് വരുന്നത്. ആ ചൂടോടെ ആണെങ്കിൽ ചീസ് നല്ലോണം വലിഞ്ഞ് വരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പുറം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റെല്ലായിട്ട് സോസിൻ്റെ ഒക്കെ കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. പരത്തണ്ട, കുഴക്കണ്ട, അധികം മെനക്കെടും കാര്യമൊന്നുമില്ലല്ലോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത് നല്ല റെസിപ്പി ആയിട്ടോ വ്ളോഗായിട്ടോ കാണാം. താങ്ക് യു. ബൈ.